എല്ലാവർക്കും നമസ്കാരം. GV ബുക്സ് പ്രസിദ്ധീകരിച്ച 3 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മാതൃഭൂമി തലശ്ശേരി ലേഖകൻ ആയിട്ടുള്ള അനീഷ് പാതിരിയാട് രചിച്ച ഹെർമൻ ഗുണ്ടർട്ട്, കൊറ്റ്യത്ത് സദാനന്ദൻ രചിച്ച കേരളത്തിലെ വംശീയതയുടെ രാജവംശങ്ങൾ, സന്തോഷ് ആവത്താൻ രചിച്ച ടിങ്ബോ എന്നീ 3 പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. ഈ ചടങ്ങിൽ ആദ്യം പ്രകാശനം ചെയ്യുന്നത് ഹെർമൻ ഗുണ്ടർട്ട് എന്ന പുസ്തകമാണ്. ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള തലശ്ശേരിയുടെ MLA കൂടിയായിട്ടുള്ള സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ അവർകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാനൊന്നുമല്ല, നമുക്കൊക്കെ അറിയാം. ഈ കാണുന്ന കാഴ്ച അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന സാഫല്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരിക്ക് പുതിയ മുഖം നൽകിക്കൊണ്ടിരിക്കുന്ന, പുതിയ ആശയങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു MLA തന്നെയാണ്. കഴിഞ്ഞ വർഷവും അദ്ദേഹം 2 വർഷമായി നമ്മുടെ തലശ്ശേരിയെ നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ തലശ്ശേരിക്ക് മാതൃകയായിക്കൊണ്ട് ശ്രീ ഷംസീർ അവർകൾ നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. GV ബുക്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സന്തോഷം കൂടിയുള്ളത്, അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു പ്രസാധകനാണ് ഞാൻ. അതിനപ്പുറം ഷംസീർ സാറ് ആദ്യമായി ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് GV ബുക്സിൻ്റെ ഒരു പുസ്തകമായിരുന്നു എന്നതാണ്. അതിനുശേഷം അദ്ദേഹത്തിന് 100 കണക്കിന് പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്തു കഴിഞ്ഞു. ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മലയാള ഭാഷയ്ക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് സംഭാവനകൾ, ആ സംഭാവനകളൊക്കെ തന്നെയും ഈ പുസ്തകത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അനീഷ്. ഒരു ചെറിയ പുസ്തകമാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ അതിൽ വളരെ വിശദമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ ഈ പുസ്തകം അനീഷ് പാതിരിയാട് എഴുതി സ്പീക്കർ അത് പ്രകാശനം ചെയ്യുമ്പോൾ അത് ഏറെ സന്തോഷിക്കുന്ന ഒരു മഹത് വ്യക്തിയുണ്ട്. അദ്ദേഹം നമ്മുടെ കൂടെ ഇന്നില്ല എന്നതാണ്. തലശ്ശേരിക്ക് ഹെർമൻ ഗുണ്ടർട്ടിനെ ഒരു പടി മുന്നിലേക്ക് കയറ്റി വെച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ ചടങ്ങിന് നമുക്ക് അനുഗ്രഹിക്കുന്നുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം സ്പീക്കറായാലും അനീഷായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചു വളർന്നവരാണ് തലശ്ശേരിയിലെ ഓരോരുത്തരും. തലശ്ശേരി ഇന്ന് കാണുന്ന വികസനങ്ങൾ മുഴുവൻ അതിൻ്റെ തുടക്കം കുറിച്ചത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. അതിൻ്റെ പിന്തുടർച്ചയാണ് ശ്രീ ഷംസീർ തലശ്ശേരിക്ക് നടക്കുന്നത്. അദ്ദേഹം ഇവിടെ സ്പീക്കറായിരിക്കുന്നത് ഈ പുസ്തക മേള ഒരു ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ ഉണ്ടാകുന്നു. അതിൻ്റെ കെട്ടും മട്ടത്തിലും ഒക്കെ തന്നെയും അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു UNESCO അവാർഡിന് പോലും അംഗീകാരത്തിന് പോലും ഈ ഒരു പുസ്തക ഫെസ്റ്റിവലായി മാറുമെന്ന് യാതൊരു സംശയവുമില്ല. ഈ ചടങ്ങ് ഞങ്ങൾ പറഞ്ഞപ്പോൾ വളരെ സന്തോഷപൂർവ്വം അത് ഏറ്റെടുക്കുകയും അത് ചെയ്യാമെന്ന് പറയുകയും ഇതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല. അപ്പം നമ്മുടെ ബഹുമാന്യനായ സ്പീക്കർ അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ സാറാണ്. അദ്ദേഹത്തെ നമുക്കറിയാം. ഇന്ന് നമ്മുടെ ഭക്ഷ്യവകുപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ചുക്കാൻ പിടിച്ച് എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് നല്ലൊരു മന്ത്രി എന്ന പേര് അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമ്മുടെ ഇടയിലേക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത്. അദ്ദേഹത്തെയും GV ബുക്സിന് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ പുസ്തകത്തിൽ സാന്നിധ്യമായി നിൽക്കുന്നത് ഫാദർ വിനോദ് അല്ലനാണ്. മലബാർ ഇടവക മഹായിടവകയിലെ മുതിർന്ന പട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ പിതാവ് തന്നെയാണ് അദ്ദേഹം. അത് ഗുണ്ടർട്ടിൻ്റെ ഒരു സംഭാവനയാണ് പട്ടക്കാരൻ എന്ന് പറയുമ്പോൾ. അദ്ദേഹമാണ് ഇവിടെ സാന്നിധ്യമുണ്ടാകുന്നത്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ മലയാള സാഹിത്യത്തിൽ തന്നെ ഇന്ന് പ്രഭാഷണത്തിലും സാഹിത്യത്തിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് കുഞ്ഞിക്കണ്ണൻ വാണിമേൽ. അദ്ദേഹമാണ് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്തെ പുസ്തകം കേരളത്തിലെ വംശീയതയുടെ രാജവംശങ്ങൾ, അത് കൊറ്റ്യത്ത് സദാനന്ദൻ എഴുതിയ പുസ്തകമാണ്. അത് പ്രകാശനം ചെയ്യുന്നത് ബഹുമാന്യനായിട്ടുള്ള മന്ത്രി GR അനിലാണ്. ഞാൻ നേരത്തെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ P മോഹൻദാസ് അവർകളാണ്. മുൻ PSC അംഗമാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മൂന്നാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അബ്രഹാം മാത്യു സാറാണ്. കഥാകൃത്താണ്. സന്തോഷ് ആവത്താൻ എഴുതിയ ടിങ്ബോ എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അത് പുസ്തകങ്ങൾ വായിച്ചവരൊക്കെ തന്നെയും വളരെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു പുസ്തകമായി മാറിക്കിട കുട്ടികളുടെ ഒരു പുസ്തകമാണ് ടിങ്ബോ.
ആ ടിങ്ബോ സന്തോഷ് ആവത്താൻ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ നിരവധി ഗ്രന്ഥങ്ങൾ ഇപ്പോൾ മാതൃഭൂമിയും അതുപോലെ തന്നെ GV ബുക്സും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ സന്തോഷ് ആവത്താൻ എഴുതിയ ടിങ്ബോ പ്രകാശനം ചെയ്യുന്നത് അബ്രഹാം മാത്യു ആണ്. അബ്രഹാം മാത്യു കഥാകൃത്താണ്, പത്രപ്രവർത്തകനാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള അബ്രഹാം മാത്യുവിനെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് സാഹിത്യകാരിയും തലശ്ശേരിക്കാരിയുമായിട്ടുള്ള ഫെബിനയാണ്. അവരുടെ ഒരു പുസ്തകം അടുത്ത ദിവസം തന്നെ പുറത്തിറങ്ങാൻ പോകും. ഫെബിനെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള കൊറ്റിയത്ത് സദാനന്ദൻ, സന്തോഷ് ആവത്താൻ, അനീഷ് പാതിരാട് എന്നിവരെയും എല്ലാവരെയും ഈ ചടങ്ങിൽ എത്തിയിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ പുസ്തകത്തിൻ്റെ കവർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഷിബിയും ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി GV ബുക്സിൻ്റെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കുഞ്ഞിക്കണ്ണൻ വാണിമേലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയരെ, സുഹൃത്തുക്കളെ, ചെറിയ സമയത്തിനുള്ളിൽ 3 പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് നിർവഹിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം ഒഴിവാക്കുന്നു. ആദ്യമായി പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകനായ അനീഷ് പാതിരിയാടിൻ്റെ ഹെർമൻ ഗുണ്ടർട്ട് എന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട സ്പീക്കർ സംസി സാറിനെയും അത് സ്വീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി GR അനിൽ സാറിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്ത പുസ്തകം കൊറ്റാട്ട് സദാനന്ദൻ രചിച്ച കേരളത്തിലെ വംശീയതയുടെ രാജവംശം എന്ന പുസ്തകമാണ്. ആ പുസ്തകം പ്രകാശിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി GR അനിൽ സാറിനെയും സ്വീകരിക്കാൻ വേണ്ടി ഡോക്ടർ മോഹൻദാസിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്ത പുസ്തകം സന്തോഷ് ആവത്താൻ രചിച്ച ടങ്ബോ എന്ന കൃതിയാണ്. അത് പ്രകാശിപ്പിക്കാൻ വേണ്ടി പ്രശസ്ത എഴുത്തുകാരൻ നമ്മുടെ പ്രിയപ്പെട്ട എബ്രഹാം മാത്യുവിനെയും സ്വീകരിക്കാൻ എഴുത്തുകാരി ഫെബിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലെ ബഹുമാന്യരെ, 3 പുസ്തകങ്ങളാണ് ഈ ചടങ്ങിൽ വെച്ച് GV ബുക്സ് പ്രസിദ്ധീകരിക്കുന്നത്. അതിലൊരു പുസ്തകമാണ് ഇവിടെ ഞാൻ റിലീസ് ചെയ്തിട്ടുള്ളത്. ഹെർമൻ ഗുണ്ടർട്ടിനെ പറ്റി തയ്യാറാക്കിയ പുസ്തകമാണ്. അനീഷ് പാതിരിയാട് ഞാനും ഒന്നിച്ച് ബ്രണ്ണൻ കോളേജിൽ പഠിച്ചതാണ്. അദ്ദേഹം ഞങ്ങളുടെ മലയാളം അസോസിയേഷൻ സെക്രട്ടറിയും ഞാൻ ആ യൂണിയനിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറുമായിരുന്നു. അന്ന് അദ്ദേഹം PG പഠിക്കുന്നു, ഞാൻ ഡിഗ്രി പഠിക്കുന്നു. മാതൃഭൂമിയുടെ തലശ്ശേരിയിലെ റിപ്പോർട്ടറാണ്. ദീർഘകാലത്തെ പരിചയമുള്ളവരാണ് നമ്മൾ തമ്മിൽ. അതുകൊണ്ട് അനീഷ് ഒരു സ്നേഹരൂപേണ ഒരു പുസ്തകം, പ്രത്യേകിച്ച് ഹെർമൻ ഗുണ്ടർട്ടിനെ പറ്റി തയ്യാറാക്കിയ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങളെല്ലാം ഗുണ്ടർട്ട് മ്യൂസിയം കാണാനും ഞാൻ തലശ്ശേരിയിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ കഠിനാധ്വാനത്തിലൂടെയാണ് അനീഷ് ഈ പുസ്തകം തയ്യാറാക്കിയത്. വളരെ കഠിനാധ്വാനത്തിലൂടെ തന്നെയാണ് അനീഷ് ഈ നിലയിലും എത്തിയത്. അതുകൊണ്ട് കഠിനാധ്വാനിയായ ഒരു മനുഷ്യൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇവിടെ ഈ ചടങ്ങിൽ നടന്നിരിക്കുന്നത്. ഇവിടെ തലശ്ശേരിക്കാരാണ് കൂടുതലുള്ളത്. ഞാനുൾപ്പെടെ, ഞാനുണ്ട്, അനീഷുണ്ട്, രാകേഷുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു പുസ്തകം ഏറ്റുവാങ്ങിയ ഫബിൻ ഉൾപ്പെടെ നമ്മളൊക്കെ തലശ്ശേരിക്കാരാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യം ഇവിടെ സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാം അനുവാദത്തോടെ ഈ പുസ്തകം പ്രസാദനം ചെയ്തായി പ്രഖ്യാപിക്കുകയാണ്. പുസ്തകം സ്വീകരിച്ച ബഹുമാനപ്പെട്ട മന്ത്രി GR അനിൽ സാറിന് 2 വാക്ക് പറയാൻ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ സ്പീക്കർ ശ്രീ AN ഷംസീർ, ശ്രീ ഹെർമൻ ഗുണ്ടർട്ട് എന്ന പേരുള്ള പുസ്തകം രചിച്ച ശ്രീ അനീഷ് പാതിരിയാട്, വേദിയിലുള്ള ശ്രീ കൊറ്റിയത്ത് സദാനന്ദൻ, ശ്രീ അബ്രഹാം മാത്യു, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ആദ്യം സ്പീക്കർ പ്രകാശനം നിർവഹിച്ച് എൻ്റെ കയ്യിൽ നൽകിയ ആ പുസ്തകം ഏറ്റുവാങ്ങിയതായി ആദ്യം പ്രഖ്യാപിക്കുകയാണ്. ആ പുസ്തകത്തിന് കൂടുതൽ പ്രചാരവും കൂടുതൽ വായനക്കാരും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ഞാൻ പുസ്തക പ്രകാശനം നിർവഹിച്ചത് ശ്രീ കൊറ്റിയത്ത് സദാനന്ദൻ്റെ കേരളത്തിലെ വംശീയ രാജവംശങ്ങൾ എന്ന പുസ്തകമാണ്. ഒരു കാലഘട്ടത്തിൻ്റെ അറിയപ്പെടാത്ത ചരിത്രമാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്.
ആധുനിക കേരളത്തിൻ്റെ ചരിത്രം നാം ധാരാളം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും 19ഉം 20 നൂറ്റാണ്ടുകളിലെ കേരളത്തെപ്പറ്റി നമുക്ക് സാമാന്യം നല്ല ധാരണ തന്നെ ഉണ്ട്. എന്നാൽ അതിന് മുന്നേ ഉള്ള AD 13 മുതൽ 17 നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ അന്ന് കേരളത്തിൽ രൂപം കൊണ്ട 6 രാജവംശങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. ആ പുസ്തകം ചരിത്ര വിദ്യാർത്ഥികൾക്ക് വളരെ പ്രയോജനകരമായിരിക്കും. ആ പുസ്തകം പഠന വിഷയമാകേണ്ടുന്ന ഒന്നാണ്. നമ്മുടെ ചരിത്രത്തെ സംബന്ധിച്ച് പുതിയ തലമുറയ്ക്ക് കൂടുതൽ അറിയാൻ അക്കാഡമിക്കായി അതിന് കഴിയുന്ന ഒന്നായി ഈ പുസ്തകം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പുസ്തകം കൂടുതൽ ആളുകൾ സ്വീകരിക്കട്ടെ, എല്ലാവരുടെയും വായനയിൽ ഇത് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുസ്തകം പ്രകാശനം നിർവഹിച്ചായി അറിയിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ടങ്ബോ എന്ന പുസ്തകം പ്രകാശിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട എബ്രഹാം മാത്യുവിനെ 2 വാക്ക് പറയാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട തലശ്ശേരിക്കാരെ, ബാക്കിയുള്ള സുഹൃത്തുക്കളെ, തലശ്ശേരി എപ്പോഴും ഈ ഭക്ഷണത്തിലൂടെയാണ് കേരളത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അക്ഷരങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും കീഴ്പ്പെടുത്തുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ടിങ്ബോ എന്ന പുസ്തകം എഴുതിയ ശ്രീ സന്തോഷ് ആവത്താനുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി കുറേ നേരം. അപ്പോൾ എൻ്റെ ഒരു സങ്കല്പം കൂടി, ഒരു കൺസേൺ കൂടി പങ്കുവച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. നമ്മുടെ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, ബാലസാഹിത്യം നന്നായി വിറ്റുപോകുന്ന ഒരു വിപണി കൂടിയാണ്. പക്ഷേ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, ഒരു ശരാശരി 75 വയസ്സിന് 80-നും ഇടയിലുള്ള ആളുകളാണ് കൂടുതലും ബാലസാഹിത്യ കൃതികൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നത്. അവരുടെ ബാല്യകാലമാണ് നൊസ്റ്റാൾജിക്കായിട്ട് ഈ കൃതികളിലെല്ലാം ഇപ്പോഴും കടന്നു വരുന്നത്. നിഷ്കളങ്കരായ ഗ്രാമീണരും പിന്നെ അങ്ങനെയൊക്കെയുള്ള കൗശലക്കാരനായ കുറുക്കനും ആ കാലം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ആ കാലം കഴിഞ്ഞല്ലോ. പുതിയ ഒരു കാലഘട്ടത്തെ കൂടി അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഈ കുട്ടികൾ അതിലേക്ക് വരികയില്ല എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. കാരണം കുട്ടികൾ ഈ നിഷ്കളങ്കരെ മടുത്തു. കാരണം ഒരുപാട് വർഷമായിട്ട് നിഷ്കളങ്കരെ വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഇൻ്റലിജൻ്റായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുട്ടികളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചാൽ അവർ ആ റേഞ്ചിലേക്ക് വരും, ആ താല്പര്യത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സന്തോഷ് ടിങ്ബോ എന്ന് പറയുന്ന ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഒരു ലോക സാഹിത്യത്തെക്കുറിച്ചുള്ള നല്ല പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പുതിയ ഭാവുകത്വത്തെ ഈ പുസ്തകം അഡ്രസ്സ് ചെയ്യുന്നു എന്ന് നിസ്സംശയം പറയാം. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. പുസ്തകം സ്വീകരിച്ച ഡോക്ടർ പി മോഹൻദാസ് സാറിനെ 2 വാക്ക് പറയാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യ അധ്യക്ഷരെ, ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ GR അനിൽ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതലായി പറയാൻ എന്തായാലും നമുക്ക് ഈ ചെറിയ സമയം കൊണ്ട് സാധിക്കില്ല. പക്ഷെ എന്തായാലും ശ്രീ കൊറ്റിയത്ത് സദാനന്ദൻ, അദ്ദേഹം ദീർഘകാലം സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുകയും സംഘടനാ നേതൃത്വത്തിലൊക്കെ ഉണ്ടാവുകയും ചെയ്ത ഒരാൾ, തൻ്റെ എല്ലാ തിരക്കുകൾക്കിടയിലും വളരെ ശ്രമകരമായ രീതിയിൽ ചരിത്ര ഗവേഷണം നടത്തുകയും ഒരുപാട് പുതിയ വിവരങ്ങൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ എടുത്തു പറയാവുന്ന ഒരു ഗ്രന്ഥമാണ് ഈ പറയുന്ന കേരളത്തിലെ വംശീയ രാജവംശങ്ങൾ. ഇവിടുത്തെ തീയ രാജവംശത്തെക്കുറിച്ച്, ക്രിസ്ത്യൻ രാജവംശത്തെക്കുറിച്ച്, ബ്രാഹ്മണ രാജവംശം, പുലയ രാജവംശം, മുസ്ലിം രാജവംശം, കുറവ, ഇങ്ങനെ വ്യത്യസ്തമായ രാജവംശങ്ങളെക്കുറിച്ച് ഉള്ള അദ്ദേഹത്തിൻ്റെ ഈ കൃതി എന്തായാലും ചരിത്ര ഗവേഷകർക്ക് തീർച്ചയായും പുതിയ ചിന്തനത്തിന് വകയുള്ള ഒന്നാണ്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, പക്ഷെ തീർച്ചയായും ഈ നമ്മുടെ ചരിത്ര ഗവേഷണ രംഗത്ത് ഒരു പുതിയ അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥം. അദ്ദേഹം രചിച്ച ഈ ഗ്രന്ഥത്തിന് ചരിത്ര വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ചരിത്ര പഠിതാക്കൾക്ക് വേണ്ടിയും ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഇനിയും അദ്ദേഹത്തിൻ്റെ പേനയിൽ നിന്ന് ഇത്തരം നിരവധി ഗ്രന്ഥങ്ങൾ ഉണ്ടാവാൻ ഇടയാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ടിങ്ബോ എന്ന പുസ്തകം സ്വീകരിച്ച എഴുത്തുകാരി ഫെമിനെ 2 വാക്ക് പറയുവാൻ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ എനിക്ക് ഒരു ബാലസാഹിത്യ കൃതിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ടിങ്ബോ, സന്തോഷ് ആവത്താൻ രചിച്ച ടിങ്ബോ എന്ന ബാലസാഹിത്യ കൃതി. അത് ഏറ്റുവാങ്ങിയപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നാൻ കാര്യം, ഒരു പക്ഷേ എന്നെയും ഒരു കുട്ടിയായി കണ്ടതുകൊണ്ടായിരിക്കാം
എനിക്ക് ഏറെ ഇഷ്ടമുള്ള കുട്ടികളുടെ ഒരു പുസ്തകം ഏറ്റുവാങ്ങാനൊരു നിയോഗം എനിക്കുണ്ടായത്. അതേപോലെ തന്നെ കുട്ടികളെന്ന് പറയുന്നത് നാളത്തെ തലമുറയാണ്. ഇന്നത്തെ കുട്ടികൾ നാളത്തെ തലമുറ. അപ്പോൾ അവരെ നല്ല രീതിയിൽ വാർത്തെടുക്കണമെങ്കിൽ നല്ല തരത്തിലുള്ള പുസ്തകങ്ങൾ അവരോടൊപ്പം ഉണ്ടാവണം. നല്ല പുസ്തകങ്ങൾ, നല്ല വായന, നല്ല രചനകൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരെ നല്ല രീതിയിലേക്ക് വാർത്തെടുക്കാൻ കഴിയുള്ളൂ. അതിന് ഈ പുസ്തകം GV ബുക്സ് ഇങ്ങനെ ഒരു ടിംബോ എന്ന ഒരു പുസ്തകം കൊണ്ട് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സന്തോഷ് ആവത്താൻ്റെ ഈ പുസ്തകം ഇനി ഒരു ഇംഗ്ലീഷിലേക്കും കൂടി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. വളരെ കൗതുകപരമായ സാഹസികമായ ഒരു യാത്രാ വിവരണം പോലെയാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. കുട്ടികളെ ഇത്തരത്തിൽ അവരുടെ കാലോചിതമായ രീതിയിലേക്ക് കുട്ടികൾ വായനാശീലം കൊണ്ടുവരണം. നമ്മൾക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാനൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു. ഇത് കണ്ടു വളർന്നത് കൊണ്ടായിരിക്കാം എൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ സാഹിത്യം രചിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായത്. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞതുപോലും അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ ഇങ്ങനെ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാനും അവരുടെ അഭിരുചി കൂട്ടാനും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പറ്റിയ പുസ്തകം ഇനിയും ഉണ്ടാവട്ടെ. പ്രത്യേകിച്ചിട്ടും അഭിനന്ദിക്കുന്നു GV ബുക്സിനെയും. സന്തോഷ് ആവത്താൻ ഇനി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഒരു പരിധിയിലേറെ കുട്ടികളും ഇംഗ്ലീഷ് വായിക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്കും കൂടി വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുസ്തകമായി തീരട്ടെ ഇത് എന്ന് ആശംസിക്കുന്നു. നന്ദി. അടുത്തതായി ആശംസ അർപ്പിക്കാൻ വേണ്ടി റവറൻ വിനോദ് അലനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ആദരണീയരെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുക. ശ്രീ അനീഷ് പാതിരിയാടിൻ്റെ ഉദ്യമത്തെ ഏറെ ശ്ലാഘിക്കുന്നു. ഹെർമൻ ഗുണ്ടാർട്ട് എന്നുള്ളത് ഒരു വലിയ പണ്ഡിതനാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിൽ കേരളത്തിൽ വരികയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹാപണ്ഡിതൻ, ഭാഷാ പണ്ഡിതനാണ്, പത്രപ്രവർത്തകനാണ്. പശ്ചിമോദയം, അതുപോലെ രാജ്യസമാചാരം എന്നീ 2 പത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ വകയാണ്. അതുപോലെ തന്നെ ഞാനടക്കം ഉള്ള ആളുകളുടെ ആരാധനയിൽ പാട്ടുപാടുന്ന 350 ഗീതങ്ങളുള്ള ആ പാട്ടുപുസ്തകത്തിലെ 75% പാട്ടുകളും അദ്ദേഹമാണ് രചിച്ചിട്ടുള്ളത്. കൂടാതെ ഒരു ടെക്സ്റ്റ് ബുക്ക് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പാഠ്യപദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്, ഡിക്ഷണറി ഉണ്ടാക്കിയിട്ടുണ്ട്, മലയാളത്തിന് വ്യാകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. വില്യം ലോഗൻ മലബാർ മാനുവൽ എഴുതിയപ്പോൾ പറഞ്ഞു, മലയാളിക്ക് പറയുന്നതൊന്ന് ശരിക്കും പറയണമെങ്കിൽ ഒരു പഴഞ്ചൊല്ല് പറയണം. 1001 പഴഞ്ചൊൽമാല എന്നുള്ള ആ സമാഹാരം അത് ഗുണ്ടട്ടിൻ്റെതാണ്. അങ്ങനെയുള്ള ഹെർമൻ ഗുണ്ടട്ടിനെ വളരെ ലളിതമായ ഭാഷയിലും ലളിതമായ രീതിയിലുമാണ് അനീഷ് നമുക്ക് പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇന്ന് പ്രസിദ്ധീകരിച്ച ഈ ഹെർമൻ ഗുണ്ടട്ടർ എന്നുള്ള ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ വായനക്കാർക്ക് കൂടുതൽ ഹെർമൻ ഗുണ്ടറിനെ കുറിച്ച് അറിയുവാനും പഠിക്കുവാനും ഇടവരട്ടെ എന്ന് ഞാൻ ഹൃദയംഗമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ഇന്ന് പ്രകാശിപ്പിക്കപ്പെട്ട 3 പുസ്തകങ്ങളുടെ രചയിതാക്കളുടെ മറുമൊഴിയാണ്. ആദ്യമായി കുറ്റത്തെ സദാനന്ദൻ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, എൻ്റെ ഒരു പുസ്തകം കേരളത്തിലെ വംശീയ രാജവംശങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇവിടെ പ്രകാശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഞാനൊരു വലിയ ചരിത്രകാരനൊന്നുമല്ല, സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. സർക്കാർ മേഖലയിൽ നിന്നും പിന്തിരിഞ്ഞ ശേഷം ആണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് മുന്നേറാൻ സാധിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ളതാണ് എന്നെനിക്ക് പറയാൻ കഴിയും. കാരണം ആ പുസ്തകത്തിൽ 6 രാജവംശങ്ങൾ, നമുക്കൊന്നും ഏറെ അറിയപ്പെടാത്ത 6 രാജവംശങ്ങൾ, അതായത് പഴയ പരമ്പരയുടെ രാജവംശങ്ങൾ എങ്ങനെ കേരളത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ആ പുസ്തകത്തിൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകം ഇവിടെ ഇത്തരമൊരു മഹത്തായ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യാൻ ഭാഗ്യമുണ്ടായതിൽ അത്യന്തം സന്തോഷിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച GV ബുക്സിനും അതിൻ്റെ സംഘാടകർക്കും നന്ദി അറിയിച്ചുകൊണ്ടും ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ സന്മനസ് കാണിച്ച ബഹുമാനപ്പെട്ട മന്ത്രി GR അനിൽ അവர்களോടും പുസ്തകം ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്ന ഡോക്ടർ P മോഹൻദാസ് അവர்களോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ടിംഗോ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സന്തോഷ് ആവത്താനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ സർ, മന്ത്രി അനിൽ സർ,
വേദിയിലെ സദസ്സിലിരിക്കുന്ന മഹത് വ്യക്തികളെ, ഏറ്റവും വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുസ്തകത്തെക്കുറിച്ചും മറ്റൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എൻ്റെ 7ാമത്തെ പുസ്തകമാണിത്. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ വെച്ചിട്ട് ടിങ്ബോ റിലീസ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ജി വി ബുക്സിനോടും അതുപോലെ തന്നെ അതിൻ്റെ സംഘാടകരോടും നന്ദി പറയുന്നു. കൂടാതെ സ്പീക്കർ സർ എല്ലാവരോടും നന്ദി പറയുന്നു. സദസ്സിന് പുറത്തുള്ള ശ്യാംപ്രസാദ് സാർ, ശരത് സാർ, ഡോക്ടർ സാർ, ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഒരു പുസ്തകം റിലീസ് ചെയ്യാൻ പറ്റിയതിലെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പുസ്തകം പ്രകാശനം ചെയ്ത അബ്രഹാം സാറോടും അത് ഏറ്റുവാങ്ങിയ ഫെബിനയോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹെർമൻ ഗുണ്ടർട്ട് എന്ന പുസ്തകം രചിച്ച നമ്മുടെ മാധ്യമപ്രവർത്തകൻ കൂടിയായ അനീഷ് പാദ്രിയാണ് ക്ഷണിക്കുന്നത്. അധ്യക്ഷൻ കുഞ്ഞിക്കണ്ണൻ വാനുവേൽ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ സുഹൃത്തു കൂടിയാണ് ഈ ഷംസീർ. ബ്രണ്ണൻ കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ എൻ്റെ സുഹൃത്ത്. അതുകൊണ്ട് തന്നെയാണ് ഷംസീറിനോട് ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഷംസീറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജി വി രാകേഷ് പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ പുസ്തകത്തിലും ഞാനത് പറയുന്നുണ്ട്. കാരണം തലശ്ശേരിയിലെ ഗുണ്ടറ്റ് മ്യൂസിയം സ്റ്റോറി ടെല്ലിംഗ് മ്യൂസിയമാക്കി മാറ്റിക്കൊണ്ട് 3-4 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇന്ന് തലശ്ശേരിയിലെ ഏറ്റവും വലിയ ഒരു പൈതൃക സ്ഥാപനമായി അതിനെ മാറ്റിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തലശ്ശേരിയിൽ പൈതൃക ടൂറിസം പദ്ധതിയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. എൻ്റെ പുസ്തകം ഏറ്റുവാങ്ങിയ മന്ത്രി ശ്രീ GR അനിലിനോട് ഞാൻ നന്ദി പറയുന്നു. ഒപ്പം ഈ പുസ്തകം എനിക്ക് പ്രകാശനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ പുസ്തകം എനിക്ക് തയ്യാറാക്കി തന്ന GV ബുക്സ് MD എൻ്റെ സുഹൃത്ത് GV രാകേഷ്, ഒപ്പം ഇതിനായി ചടങ്ങിനായി കോഴിക്കോട് നിന്ന് ഇവിടെ എത്തിയ റവറൻ വിനോദ് അലൻ, ഒപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും, അബ്രഹാം മാത്യു ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.